കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പോണ്ടേ? എല്ലാവരും വരൂ കേട്ടോ. ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഭഗവാൻ ഇന്ന് ഏത് രൂപത്തിലാണ് ഇരിക്കണതെന്ന് അറിയില്ല. നമ്മളെ കാത്തിരിക്കുന്നത് അനുഗ്രഹം നൽകാനായിട്ട്. ആദ്യം തന്നെ കിഴക്കേ നടയിൽ വന്നിട്ട് മഞ്ജുളാലിനെ ഒന്ന് പ്രദർശനം ചെയ്യുക, മഞ്ജുള വാരസ്യാരെയൊക്കെ ഒന്ന് സ്മരിച്ച് അങ്ങനെ വരുമ്പോൾ ആ വെങ്കല ഗരുഡ ശില്പവും അതേപോലെ കുചേലൻ്റെ ശില്പമൊക്കെ കണ്ട് തൊഴുത് നേരെ അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ഗണേശനെ കണ്ട് തൊഴാം. അങ്ങനെ തൊഴുത് വരുമ്പോൾ അനന്തശയനത്തിൻ്റെ വിഗ്രഹമൊക്കെ കാണാം. അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ നേരെ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരിക. അകത്തേക്ക് വരുമ്പോൾ വലിയ ബലിക്കല്ലും കൊടിമരവും അതേപോലെ മുകളിലേക്ക് നോക്കിയാൽ ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകളും നടുക്കുള്ള ലക്ഷ്മി ദേവിയും ഒക്കെ കണ്ട് തൊഴുത് നേരെ വാതിൽപ്പടി കയറാം. വാതിൽപ്പടി കയറുമ്പോൾ ഇടതുവശത്തെ മേൽപ്പത്തൂരിൻ്റെ ആ പീഠം കാണാം. അതേപോലെ കെടാവിളക്ക് കാണാം. വലതുവശത്തെ ആദ്യത്തെ തൂണും നോക്കി തൊഴുത് നമ്മൾ നേരെ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ഇന്നിപ്പോൾ 30 വ്യാഴാഴ്ചയാണല്ലോ, അപ്പോൾ അതിൻ്റെയൊക്കെ ഗുണം ഉണ്ടാവും. നമുക്ക് എന്തായാലും പോയി നോക്കാം. അങ്ങനെ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഇന്ന് വളരെ രസമായിട്ട് കാണാനുണ്ട് കേട്ടോ. ഇന്ന് എന്താ വെച്ചാൽ നല്ലൊരു താമര കാണാനുണ്ട്, വലിയൊരു താമര, നല്ല വിശേഷമായിട്ടുള്ളൊരു താമര കാണാനുണ്ട്. ആ താമരയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ, ചമ്രം പടിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആ കാൽത്തളകൾ കാണാൻ അങ്ങനെ കുറച്ചേ ഉള്ളൂ, ഒരു ചമ്രം പടിഞ്ഞിരിക്കുന്നതിൻ്റെ ആ ഒരു ഇതിലാണ് കാണുന്നത്. അങ്ങനെ പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. അരയിൽ അരമണി കിങ്ങിണിയൊക്കെ കാണാനുണ്ട്. അങ്ങനെ മുകളിലേക്ക് നോക്കിയാൽ ഒരു വളയം പോലത്തെ മാല, ഒരു പതക്കം പോലത്തെ മാല, ഒരു മാങ്ങാമാല, പിന്നെ ഗോപീതിലകങ്ങൾ വെച്ചിട്ടുണ്ട്. ധാരാളം മാലകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. അങ്ങനെ കൈവളകൾ കാണാണ്ട്, തോൾവളകൾ അണിഞ്ഞിട്ടുണ്ട്. വലത്തെ കയ്യിൽ വെണ്ണറിലുണ്ട്, ഇടത്തെ കയ്യിൽ പൊന്നോടക്കുഴലുണ്ട്. അങ്ങനെ താമരക്കണ്ണനായിട്ടാട്ടോ ഒന്ന്, അതും നല്ല രസമായിട്ടുണ്ട്. പിന്നെ തിരുനെറ്റിയിലൊരു ഗോപീതിലകം വെച്ചിട്ടുണ്ട്. പിന്നെ പുതിയ പൊന്നിൻ്റെ കിരീടം വെച്ചിട്ടുണ്ട്. എങ്ങനെയാണെന്നറിയില്ല, ആരോ സമർപ്പിച്ചതാണെന്ന് തോന്നുന്നു. എന്തായാലും നല്ലൊരു പൊന്നിൻ്റെ കിരീടം. അതിൻ്റെ മുകളിൽ തിരുമുടിമാലകളുണ്ട്. തിരുമുടിമാല ഒരു തിരുമുടിമാലയേ ഉള്ളൂ, അതങ്ങനെ തെച്ചിയുടെ മാല. പിന്നെ ഉണ്ടമാല 2 എണ്ണം ഉണ്ട്, അതും ഒന്ന് തെച്ചിക്കാണ് കൂടുതൽ, പിന്നെ കുറച്ച് തുളസിയുള്ള പോലെ, അങ്ങനത്തെ 2 മാലകൾ. പിന്നെ മുകളിൽ വിധാനമായിട്ട് തുളസി മാലകളുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും വളരെ രസമായിട്ടുള്ളൊരു ചെറിയ താമരക്കണ്ണൻ, നല്ല രസമായിട്ടുള്ള താമരയും പുതിയ കിരീടമൊക്കെ വെച്ചിട്ട് നല്ലൊരു സുന്ദരനായ ആ ഉണ്ണിക്കണ്ണൻ. അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ ഭഗവാന്റെ സോപാനപ്പടിയിൽ നിന്ന് ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ശ്രീലകത്തേക്ക് നോക്കി കാണുന്ന കാഴ്ചയാണ്. എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ കേട്ടോ ആ ഉണ്ണിക്കണ്ണനെ, ഗുരുവായൂരപ്പനെ. അപ്പോൾ ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. അങ്ങനെ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച് തൊഴുത് നമ്മളവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അഗ്നികോണിലുള്ള ബലിക്കല്ലും അതേപോലെ ഭഗവാന്റെ തിടപ്പള്ളിയൊക്കെ കണ്ട് തൊഴുത് നേരെ ചുവരിൻ്റെ മുകളിലേക്ക് നോക്കി ആലിലക്കണ്ണനെയും കാണാം. പിന്നെ സപ്തമാതാക്കളെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ ഗണേശനെ കണ്ട് തൊഴാം. അവിടെ വരുമ്പോൾ ഒന്ന് കൊമ്പ് തുമ്പിക്കൈയൊക്കെ നന്നായിട്ട് ചന്ദനം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്, കിരീടം വെച്ചിട്ടുണ്ട്, ധാരാളം മാലകളുണ്ട്, പാവുകൊണ്ട് ഉടുപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് അർച്ചനപ്പൂക്കൾ കാണാനുണ്ട്. അപ്പോൾ ഗണേശനെ പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞാൽ സരസ്വതി അരയ്ക്ക് നോക്കുക, സരസ്വതി ദേവിനെ പ്രാർത്ഥിക്കാം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. പിന്നീട് അങ്ങനെ വന്ന് നേരെ ആ കോർണറിലെത്തിയ ചെറിയ ഗണേശനെ കണ്ടു തൊഴാം. പിന്നീട് മത്സ്യം, കൂർമ്മ, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ടു തൊഴുത് മേൽശാന്തിയുടെ അടുത്ത് നിന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. പിന്നീട് ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും ആനന്ദശായിയായ അനന്തപത്മനാഭനെയും അതേപോലെ വാമന രൂപവും ഗജേന്ദ്രമോക്ഷമൊക്കെ കണ്ടു തൊഴുത് നേരെ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് മുകളിലേക്ക് നോക്കിയാൽ ഉഗ്രരൂപിയായ നരസിംഹസ്വാമിയെ കാണാം. പിന്നെ ഭീഷ്മരെ കാണാം, ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മരെ കണ്ട് അതിനുശേഷം വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ ശ്രീരാമചന്ദ്രൻ, ബലരാമൻ, ഭാർഗവരാമൻ ഒക്കെ കണ്ടു തൊഴാം. ശ്രീകൃഷ്ണനെയും കണ്ടു തൊഴാം. പിന്നീട് മുരുകനെയും കണ്ടു തൊഴുത് ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരിക, ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. വെറ്റിലമാലയുണ്ട്,
തുളസിമാല ഉണ്ട്, തെച്ചിമാല ഉണ്ട്, പിന്നെ കുങ്കുമമൊക്കെ ചാർത്തിയിട്ടുണ്ട്. പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അത് കഴിഞ്ഞാൽ രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും എണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് ഓവിൻ്റെ അവിടെ ഒന്ന് പ്രാർത്ഥിക്കാം. പിന്നെ തൊട്ടടുത്തുള്ള താമരക്കണ്ണനെയും കണ്ട് തൊഴുത് നേരെ കിഴക്ക് വശത്തേക്ക് നോക്കിയാൽ ആ കൊടിമരം കണ്ട് തൊഴാം. മണിക്കിണറും ഭഗവാന്റെ നൃത്തറയും കിടാവിളക്കൊക്കെ കണ്ട് തൊഴുത് അടുത്ത അറയിലേക്ക് വരുമ്പോൾ കുറൂരമ്മയും നാരദരെയും മേൽപ്പത്തൂരിനെയും വസുദേവരെയൊക്കെ അങ്ങനെ കണ്ട് തൊഴുത് നേരെ നമ്മൾ വടക്കേ നടയിൽ കൂടെ പുറത്ത് വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനം തീർത്തും വാങ്ങാം. അത് കഴിഞ്ഞ് എടത്തരികത്ത് കാവിൽ ഭഗവതിയെ കാണാനായിട്ട് പോവാം. അവിടെ എത്തുമ്പോൾ ഭഗവതി ഇന്ന് ഗോളകയാണ്. പിന്നെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ചുവന്ന പട്ടൊക്കെ ഉടുപ്പിച്ചിട്ടുണ്ട്. ചുവന്ന മാലകൾ ധാരാളമുണ്ട്, തുളസിമാലയുണ്ട്, പിന്നെ അർച്ചനപ്പൂക്കൾ ധാരാളമുണ്ട്. ആ ശീവേലി വിഗ്രഹത്തിൻ്റെ മുകളിലും മാലകൾ ചാർത്തിയിട്ടുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അമ്മയെ കണ്ടു കഴിഞ്ഞാൽ നേരെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് വന്ന് തിരിഞ്ഞു നിന്ന് മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിക്കുക. മമ്മിയൂർ പോകുന്ന പോലെ സങ്കല്പിച്ച് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. അതിനുശേഷം നേരെ കൊടിമരത്തിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ ആ താമരക്കണ്ണനെ കണ്ട് തൊഴാം, നമസ്കരിക്കാം. പിന്നീട് കൂത്തമ്പലത്തിൽ വന്ന ആ കിടാവിളക്ക് കണ്ട് തൊഴുത് നമസ്കരിക്കാം. പിന്നീട് അയ്യപ്പസ്വാമിയെ കാണാം. അയ്യപ്പസ്വാമിയുടെ അവിടെ വരുമ്പോൾ കളപ ചാർത്തായിട്ടുണ്ട്, ചന്ദനമൊക്കെ നന്നായിട്ട് ചാർത്തിയിട്ടുണ്ട്, കിരീടം വെച്ചിട്ടുണ്ട്, നെക്ലസ് പോലത്തെ മാല ചാർത്തിയിട്ടുണ്ട്, കാതിൽ കടുക്കന് വെച്ചിട്ടുണ്ട്, പാവുണ്ട് ഉടുപ്പിച്ചിട്ടുണ്ട്, ധാരാളം പൂക്കളുണ്ട്. പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ പ്രദക്ഷിണം ചെയ്തു വന്ന് പടിഞ്ഞാറ് നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലനെയും കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ടിട്ട് നേരെ പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്ത് വന്ന് രുദ്രതീർത്ഥക്കുളത്തെ പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ നടുക്കിലേക്ക് നോക്കിയാൽ കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴാം. പിന്നീട് നാരായണാലയത്തിൽ വന്നിട്ട് പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം കണ്ട് തൊഴുത് നമ്മൾ ഭഗവതി നടയിലും കിഴക്കേ നടയിലും വന്ന് തൊഴാം. പിന്നീട് തെക്കേ നടയിലേക്ക് വന്ന് കൂവളത്തെ പ്രദക്ഷിണം ചെയ്യാം. പ്രദക്ഷിണം ചെയ്യുമ്പോൾ ആ മഹാദേവനും പാർവതീദേവിനെയൊക്കെ മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരവും കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമാം. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.